കേരളത്തിൽ ചിക്കൻ വില കുതിക്കുന്നു. ഷവർമ മുതൽ വീട്ടിലെ ഭക്ഷണം വരെ പ്രതിസന്ധിയിൽ. 1 കിലോ ചിക്കൻ ഇനി 200 രൂപ. ഇത് വെറും ഒരു വിലക്കയറ്റ വാർത്തയല്ല, നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണ ബജറ്റിനെയും ഷവർമയുടെ വിലയെയും ജിമ്മിൽ പോകുന്നവരുടെ ഡയറ്റിനെയും ഒരുപോലെ ബാധിക്കുന്ന വലിയ മാറ്റമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അവസാനം വരെ കാണും. നമസ്കാരം, എല്ലാവർക്കും. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ചിക്കൻ്റെ വിലക്കയറ്റം. ഒരു മാസം മുമ്പ് വാങ്ങിയ അതേ ചിക്കന് ഇന്ന് കൊടുക്കേണ്ട തുക കണ്ട് പലരും അമ്പരക്കുകയാണ്. പക്ഷേ ഈ വില കൂടിയത് ഒരു കാരണമല്ല. കടലിൽ നിന്നും തുടങ്ങുന്ന ഒരു പ്രശ്നം എങ്ങനെ നമ്മുടെ ഡൈനിങ് ടേബിളിലെത്തി എന്നതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ചിക്കൻ വില കൂടിയത്? എല്ലാവർക്കും അറിയാവുന്ന പോലെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിലുണ്ട്. ഇതോടെ കടലിൽ നിന്നുള്ള മീനിൻ്റെ ലഭ്യത കുറഞ്ഞു. മീൻ കിട്ടാതായപ്പോൾ പല കുടുംബങ്ങളും മറ്റൊരു പ്രോട്ടീൻ ഭക്ഷണത്തിലേക്ക് മാറി, അതായത് ചിക്കനിലേക്ക്. ഡിമാൻഡ് കൂടിയപ്പോൾ വിലയും സ്വാഭാവികമായി ഉയർന്നു. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ 1 കിലോ ചിക്കന് 200 രൂപ വരെ നൽകേണ്ട സാഹചര്യമാണുള്ളത്. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. പുറം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചിക്കൻ്റെ വരവ് കുറഞ്ഞതും കോഴി വളർത്താൻ ആവശ്യമായ കാലിത്തീറ്റയുടെ വില വർദ്ധിച്ചതും ഈ വിലക്കയറ്റത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്ന കാരണങ്ങളാണ്. ഏറ്റവും വലിയ ആഘാതം ഷവർമ വിപണിക്ക്. കേരളക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫാസ്റ്റ് ഫുഡുകളിൽ ഒന്നാണ് ഷവർമ. ഇതിനു മുമ്പ് തന്നെ ഗ്യാസ് വിലയും മറ്റു ചെലവുകളും വർദ്ധിച്ചതിനാൽ പല ഹോട്ടലുകളും വില കൂട്ടിയിരുന്നു. ഇപ്പോൾ ചിക്കൻ്റെ വില വീണ്ടും കുതിച്ചപ്പോൾ അവർക്ക് മുന്നിൽ വലിയ ചോദ്യമാണ്: വില വീണ്ടും കൂട്ടണോ അതോ ലാഭം കുറച്ച് ബിസിനസ് തുടരണമോ? പല ഹോട്ടൽ ഉടമകളും പറയുന്നത് ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുകയില്ല. കാരണം ഒരിക്കൽ ക്വാളിറ്റി കുറഞ്ഞാൽ ഉപഭോക്താവിൻ്റെ വിശ്വാസം തിരികെ നേടുക വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ നല്ല ചിക്കൻ തന്നെയാണ് വാങ്ങുന്നത്, പക്ഷേ അതിൻ്റെ ഫലം ലാഭം ഗണ്യമായി കുറയുന്നു. ഇത് സാധാരണക്കാരനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണ കുടുംബങ്ങളെ തന്നെയാണ്. ആഴ്ചയിലൊരിക്കൽ ചിക്കൻ വാങ്ങുന്ന കുടുംബങ്ങൾ ഇനി 2 തവണ ആലോചിക്കേണ്ട അവസ്ഥയിലാണ്. അതുപോലെ ജിമ്മിൽ പോകുന്നവർക്ക് ഇത് വലിയ വെല്ലുവിളിയാണ്. കുറഞ്ഞ ചിലവിൽ കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷണമായിരുന്നു ചിക്കൻ. ഇപ്പോൾ അതിൻ്റെ വില കൂടിയതോടെ ഡയറ്റ് പ്ലാൻ തന്നെ പലർക്കും മാറ്റേണ്ടി വരും. ഹോട്ടലിൽ സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നവർക്കും ഇതിൻ്റെ ആഘാതം നേരിട്ട് അനുഭവപ്പെടും. ഷവർമ, ചിക്കൻ ഫ്രൈ, അൽഫാം, ബിരിയാണി ഇവയുടെ വില കൂടാനോ അളവ് കുറയാനോ സാധ്യതയുണ്ട്. ട്രോളിംഗ് നിരോധനം അവസാനിച്ച് മീനിൻ്റെ ലഭ്യത വർദ്ധിച്ചാൽ ചിക്കനിലേക്കുള്ള സമ്മർദ്ദം കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ പുറം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിതരണം സാധാരണ നിലയിലാകുകയും കോഴി വളർത്തൽ ചെലവ് കുറയുകയും ചെയ്താൽ വില പതിയെ താഴാൻ സാധ്യതയുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഉപഭോക്താക്കളും ഹോട്ടലുടമകളും കോഴി വ്യാപാരികളും എല്ലാവരും ഒരേ പ്രശ്നം നേരിടുകയാണ്. ഒരു സാധാരണ ചിക്കൻ്റെ വില കൂടുന്നത് ഒരു ഭക്ഷണത്തിൻ്റെ വില കൂടുന്നതല്ല. അതിൻ്റെ പിന്നിൽ കർഷകനുണ്ട്, വ്യാപാരിയുണ്ട്, ഹോട്ടൽ ഉടമയുണ്ട്, ഒടുവിൽ നമ്മുടെ കുടുംബ ബഡ്ജറ്റുമുണ്ട്. ഇനി നിങ്ങൾ എന്താണ് കരുതുന്നത്? ചിക്കൻ്റെ വില വീണ്ടും കുറയുമോ? അല്ലെങ്കിൽ ഇനി ഇത് പുതിയ സാധാരണ വിലയാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.